RMP നേതാവായ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജീവപര്യന്തം ശിക്ഷയാണ് ഹൈക്കോടതി ശരിവച്ചത്. വിചാരണ കോടതിയുടെ ശിക്ഷാവിധിയാണ് ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത്. ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഈ വിധി. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2024 ഫെബ്രുവരി 25 ഞായറാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:30 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 2:30. 2012 മെയ് 4 TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത്. ഓഞ്ചിയത്തെ പ്രധാന CPM നേതാവായിരുന്നു TP ചന്ദ്രശേഖരൻ. പാർട്ടിയുടെ നയങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി CPM വിട്ട് പുറത്തു പോവുകയായിരുന്നു TP. പാർട്ടി ഉപേക്ഷിച്ച് പോയതിനു ശേഷം അദ്ദേഹം RMP രൂപീകരിക്കുകയായിരുന്നു. RMPയുടെ രൂപീകരണം CPM അടിത്തറയ്ക്ക് അന്ന് വലിയ രീതിയിൽ വിള്ളലേൽപ്പിച്ചിരുന്നു. ഇതിലുള്ള പ്രതികാര നടപടിയുടെ ഭാഗമായിരുന്നു കൊലപാതകമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിൽ പ്രതികളിൽ പലരും CPM പ്രവർത്തകരും നേതാക്കളും ഒക്കെയായിരുന്നു. കൊടിസുനി, കിർമാണി മനോജ്, CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ എന്നിവരെ ഉൾപ്പെടെ 11 പേരെയാണ് വിചാരണ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. ജയിൽ ശിക്ഷ അനുഭവിക്കവേ 2020 ജൂണിൽ കുഞ്ഞനന്ദൻ മരിച്ചിരുന്നു. എന്നാൽ അതേസമയം TP ചന്ദ്രശേഖരൻ കേസിൽ ഹൈക്കോടതി വിധി പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പ്രതികരണവുമായി CPM നേതാവ് EP ജയരാജൻ എത്തിയിരുന്നു. കോടതി വിധിയെ തുടർന്ന് CPMനെ വേട്ടയാടാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും പാർട്ടിക്ക് കൊലപാതകത്തിൽ ഒരു പങ്കുമില്ല എന്നും കോടതി ശിക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളി ആകണമെന്നില്ല എന്നുമാണ് EP ജയരാജൻ വാദിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: TP ചന്ദ്രശേഖരൻ വധക്കേസിൽ സമർപ്പിച്ച അപ്പീൽ ഹർജികളിൽ ഹൈക്കോടതി വിധി പുറത്തു വന്നിരിക്കുന്നു. ഇത് ശരിവെച്ച് വീണ്ടും CPMനെ വേട്ടയാടാനാണ് ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. ഒരു കാര്യം ആവർത്തിച്ചു പറയാം, ഈ കൊലപാതകത്തിൽ CPIMന് ഒരു പങ്കുമില്ല. അത് അന്നും ഇന്നും ആവർത്തിച്ചു പറയുന്നു. CPIMനെയും CPIM നേതാക്കളെയും പ്രവർത്തകരെയും അനുഭാവികളെയും വേട്ടയാടാനാണ് സംഭവം നടന്ന അന്നു മുതൽ എതിരാളികൾ ശ്രമിച്ചത്. നിരപരാധികളായ പലരെയും വേട്ടയാടി. അതിപ്പോഴും തുടരുന്നുവെന്ന് മാത്രം. ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഏതൊരു പ്രതിക്കും സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ അവസരമുണ്ട്. അതിന് അപ്പീൽ നൽകുന്നതും കോടതികളുടെ തുടർവിധികൾ ഉണ്ടാകുന്നതും സ്വാഭാവിക നടപടികളുമാണ്. ഈ കേസിൽ തന്നെ പ്രതികൾക്ക് ഇനിയും അപ്പീൽ നൽകാനുള്ള അവസരമുണ്ട്. കോടതി ശിക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളി ആകണമെന്നില്ല എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഉദാഹരണമായി ഗുരുവായൂരിൽ ഒരു RSSകാരൻ കൊല്ലപ്പെട്ട കേസിൽ ശിക്ഷാവിധി നോക്കിയാൽ മതിയാകും. 5 CPIM പ്രവർത്തകരെയാണ് അന്ന് ശിക്ഷിച്ച് ജയിലിലടച്ചത്. വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കേസിന്റെ അന്വേഷണത്തിനിടെ ഒരു പ്രതിയിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ശിക്ഷിക്കപ്പെട്ട 5 CPM പ്രവർത്തകർ നിരപരാധികളാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മനസ്സിലായി. ആ പ്രതി അന്ന് കുറ്റം സമ്മതിക്കുകയായിരുന്നു. ആ വിവരം കോടതിക്ക് മുൻപാകെ റിപ്പോർട്ടായി സമർപ്പിക്കുകയും ചെയ്തു. ഒരു തീവ്രവാദ സംഘടന കൊലപാതകം നടത്തുകയും അത് CPM പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെക്കുകയുമായിരുന്നുവെന്ന് പിന്നീട് ശാസ്ത്രീയ അന്വേഷണത്തിൽ വ്യക്തമായി. ഒടുവിൽ കോടതി CPIM പ്രവർത്തകരെ നിരുപാധികം ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ഇതൊരു ഉദാഹരണമായി പറയുന്നുവെന്ന് മാത്രം. ഈ കേസിൽ തന്നെ ശിക്ഷിക്കപ്പെട്ട CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അന്തരിച്ച PK കുഞ്ഞനന്ദൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ശ്രമിക്കാത്ത ലോല ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. എന്നിട്ടും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ പ്രതിയാക്കി. ഇങ്ങനെ ഈ കേസിൽ ഉൾപ്പെട്ടവരിൽ പലരും നിരപരാധികളാണ്. അവർക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഇനിയും അവസരമുണ്ട്. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനെ വിചാരണ കോടതി വെറുതെ വിട്ടത് റദ്ദാക്കണമെന്ന് കാണിച്ച് ചന്ദ്രശേഖരന്റെ ഭാര്യ രമ നൽകിയ ഹർജി തള്ളിയതും CPIM ഗൂഢാലോചന എന്ന വാദം പൊളിക്കുന്നതാണ് എന്നും EP ജയരാജൻ തന്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചു.
ഇതേ വാദം തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും ഉന്നയിക്കുന്നത്. എന്നാൽ കോഴിക്കോട്ട് നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള സജീവ പാർട്ടി പ്രവർത്തകർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർ ഇത്തരത്തിൽ ഈ കേസിൽ ഉൾപ്പെടുമ്പോൾ പാർട്ടിക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് MV ഗോവിന്ദന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. ഇവിടെ നിരവധി ചോദ്യങ്ങൾ CPMന് നേരെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. CPM വീണ്ടും ചോദ്യം ചെയ്യപ്പെടും. അന്ന് ആ കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന മാഷാള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ച വാഹനം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ CPM മറുപടി പറയേണ്ടി വരും. ക്രൂരമായി ഒരു വ്യക്തിയെ കൊല ചെയ്യുക എന്നത് മാത്രമല്ല, ഇവിടെ ഒരു സമുദായത്തിന് മേൽ ആ കുറ്റം അടിച്ചേൽപ്പിക്കുക എന്ന ഒരു ഗൂഢാലോചന കൂടി ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ CPMന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഈ കോടതി വിധി സമ്മാനിച്ചിരിക്കുന്നത്. എന്നാൽ ഏത് തരത്തിൽ CPM ഇത്തരത്തിലൊരു വിധിയെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന മുൻപോട്ടുള്ള തിരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെയും എങ്ങനെ CPM നേരിടും, എങ്ങനെ അതിനെ പ്രതിരോധിക്കുമെന്നത് കണ്ടറിയണം. എന്നാൽ അതേസമയം ഹൈക്കോടതി വിധിയിൽ സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് KK രമ രംഗത്ത് വന്നിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് നല്ല വിധിയാണ് വന്നിരിക്കുന്നതെന്നും TP ചന്ദ്രശേഖരൻ വധത്തിൽ CPMന്റെ പങ്ക് കൂടുതൽ വെളിപ്പെടുന്നുവെന്നും 2 പ്രതികളെ കൂടി ശിക്ഷിക്കാൻ തീരുമാനിച്ചത് ആശ്വാസകരമാണെന്നും വെറുതെ വിട്ട P മോഹനെതിരെ വീണ്ടും അപ്പീൽ നൽകുമെന്നും KK രമ വ്യക്തമാക്കിയിട്ടുണ്ട്. വിധി വന്നതിന് ശേഷം KK രമയെ പിന്തുണച്ചുകൊണ്ട് നിരവധി രാഷ്ട്രീയ നേതാക്കളും ഒപ്പം തന്നെയുണ്ട്. കേരളത്തെ നടുക്കിയ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു TP ചന്ദ്രശേഖരൻ വധക്കേസ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ TP ചന്ദ്രശേഖരൻ വധക്കേസ് വീണ്ടും ചർച്ചാ വിഷയമാകുമ്പോൾ CPM തളർന്നു പോകുമോ എന്ന് കണ്ടറിയണം.